പ്രഭാതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ ദിവസത്തെയും സ്വാധീനിക്കുന്നു. നമ്മൾ നിർബന്ധമായും പരിശീലിക്കേണ്ട 6 പ്രഭാത കൃത്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അത് നമ്മളെ കൂടുതൽ കരുത്തുള്ള, കരുണയുള്ള, സമാധാനമുള്ള, സന്തോഷമുള്ള മനുഷ്യരാക്കാൻ സഹായിക്കും. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലാദ്യത്തേത് നന്ദി പറയുക. ഓരോ ദിവസവും പുലരുന്നത് പുത്തൻ പ്രതീക്ഷകളുമായാണ്. തലേ ദിവസം നല്ലതോ ചീത്തയോ ആയ അനുഭവങ്ങളോടെ ആയിരിക്കാം അവസാനിച്ചത്. നല്ല അനുഭവങ്ങൾ ഊർജം പകരും. ചീത്ത അനുഭവങ്ങളെ മാറ്റിമറിക്കാൻ ഒരവസരവുമായാണ് പുതിയ പ്രഭാതം എത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരവസരം ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ദിവസം ആരംഭിക്കുക. കൂടാതെ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളെയും വിജയത്തിന് കൂടെ നിന്ന ആളുകളെയും സാഹചര്യങ്ങളെയും കൃത്യമായി നന്ദിപൂർവം ഓർക്കുക. ഇത് നമ്മുടെ പുതുദിനത്തിന് കൂടുതൽ കരുത്തു പകരും. അത് നമുക്ക് കൂടുതൽ സന്തോഷം പകരും. ബ്രീത്തിങ് മെഡിറ്റേഷൻ. സംഘർഷം നിറഞ്ഞ മനസ്സിന് ശാന്തത പകരാൻ ബ്രീത്തിങ് മെഡിറ്റേഷൻ ഏറെ സഹായകമാണ്. മനസ്സ് ശാന്തമല്ലെങ്കിൽ പോസിറ്റീവായി ഒരു ദിവസം തുടങ്ങുക ഏറെ പ്രയാസമാണ്. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. കുറച്ചു സമയം ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുക. പിന്നീട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തതിൻ്റെ ഇരട്ടി സമയമെടുത്ത് സാവധാനം പുറത്തുവിടുക. ഒരു 10 തവണ ഇത് ആവർത്തിക്കുമ്പോഴേക്കും മനസ്സ് പൂർണ്ണമായും ശാന്തമാകും. മനസ്സ് നിങ്ങളുടെ നിയന്ത്രണത്തിൽ വരും. നിങ്ങളുടെ ദിവസത്തിൻ്റെ ലക്ഷ്യം. ഒരു വ്യക്തമായ ലക്ഷ്യം നമ്മെ ദിനം മുഴുവൻ നയിക്കും. ഇന്നത്തെ ദിവസം ഞാൻ ചെയ്യേണ്ടതെന്ത്, ചെയ്യാൻ പാടില്ലാത്തതെന്ത് എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ലക്ഷ്യമുണ്ടാവണം. ഉദാഹരണമായി, ഇന്ന് ബിസിനസ്സിനായി 15 ക്ലയൻറ്റിനെ കാണും. ഇന്ന് പഠിക്കാനുള്ള പാഠത്തിൽ 2ാമത്തെ ചാപ്റ്റർ പഠിച്ചിരിക്കും. ഇന്ന് ഞാൻ ആരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കില്ല. ഇങ്ങനെ ജോലിയിലും ബിസിനസ്സിലും പഠനത്തിലും ശീലങ്ങളിലും നമ്മൾ നേടേണ്ടതായ കാര്യങ്ങളും മാറ്റേണ്ടതായ കാര്യങ്ങളും ലക്ഷ്യത്തിൽ ഉൾപ്പെടുത്തുകയും അതിന് കൃത്യമായ പ്ലാൻ തയ്യാറാക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുക. ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുമ്പോൾ കൂടുതൽ ഊർജം നമുക്ക് ലഭിക്കും. വ്യായാമം. ശരീരം ആരോഗ്യത്തോടെ അല്ലെങ്കിൽ മനസ്സും സ്ഥിരമായിരിക്കില്ല. ശരീരപ്രകൃതിക്ക് അനുസരിച്ചുള്ള വ്യായാമങ്ങൾ സ്വീകരിക്കാം. അത് നടത്തമാകാം, ചെറിയ ഓട്ടമാകാം, യോഗാസനമാകാം, ഡാൻസുകളാകാം, മറ്റു തരത്തിലുള്ള ഏതു വ്യായാമ മുറകളുമാകാം. രാവിലെ എഴുന്നേറ്റു വളരെ പോസിറ്റീവായി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, ഉറച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളണമെങ്കിൽ, ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ ശക്തമായ ഒരു മനസ്സും ശരീരവും ഉണ്ടാകണം. ശരീരവും മനസ്സും പരസ്പര പൂരകങ്ങളാണ്. ശക്തമായ ശരീരത്തിലെ ശക്തമായ മനസ്സുണ്ടാകും. ഭക്ഷണം ശ്രദ്ധയോടെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും പോഷിപ്പിക്കും. ആരോഗ്യപ്രദമായ ഭക്ഷണമായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. ഭക്ഷണം നന്ദിപൂർവം സ്വീകരിക്കുകയും അതിൻ്റെ വില അറിഞ്ഞ്, രുചി അറിഞ്ഞ്, ശ്രദ്ധയോടെ ആസ്വദിച്ച് കഴിക്കുകയും വേണം. അങ്ങനെ കഴിക്കുമ്പോൾ അത് ശരീരത്തിനു മാത്രമല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്നത്, മനസ്സിനും ആരോഗ്യവും സംതൃപ്തിയും പ്രദാനം ചെയ്യുന്നു. കരുണയുള്ള ഒരു പ്രവൃത്തി. ചെറിയൊരു കാരുണ്യം പോലും ലോകത്തെ മനോഹരമാക്കും. നമ്മളാൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു സഹായമെങ്കിലും, ഒരു കാരുണ്യ പ്രവൃത്തിയെങ്കിലും ദിവസവും ചെയ്യണം. അത് മനുഷ്യർക്കു മാത്രം ആവണമെന്നില്ല, മറിച്ച് മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ മറ്റു ചെടികൾക്കോ എന്തിനുമാവാം. നമ്മൾ കൊടുക്കുന്ന ഒരു സഹായം സ്വീകരിക്കുന്ന ആളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന നന്ദിപൂർവമുള്ള ഒരു വാക്കോ നോട്ടമോ എന്തുമാവട്ടെ, അത് നമ്മൾക്ക് കൂടുതൽ സന്തോഷം പകരുന്നു. അങ്ങനെ ലഭിക്കുന്ന സന്തോഷത്തിൻ്റെ ഊർജം ആ ദിവസം മുഴുവൻ നമ്മളിൽ നിൽക്കും. നന്ദി പറയുന്നതിൽ നിന്ന് തുടങ്ങി കാരുണ്യമുള്ള പ്രവൃത്തി വരെയുള്ള ഈ 6 പ്രഭാത കൃത്യങ്ങൾ നമ്മെ സമാധാനവും കരുത്തും സന്തോഷവും നിറഞ്ഞ വിജയ ജീവിതത്തിലേക്ക് നയിക്കും. ഇന്ന് തന്നെ ആരംഭിക്കൂ.